അങ്ങനെ ഞങ്ങളുണ്ടാവും ലിഫ്റ്റിൽ കയറിയതിന് ശേഷം ഇവൻ ആ കണ്ണാടി കണ്ടപ്പോൾ അതിനിങ്ങനെ ഭയങ്കരമായിട്ട് പഞ്ച് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി അത് ഇടിച്ച് പൊളിച്ചിട്ട് വേണം അതിൻ്റെ പൈസയും കൂടെ ഞാൻ കൊടുക്കാൻ പറഞ്ഞപ്പോൾ വേഗം തിരിഞ്ഞു നിന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കയറി ചെന്ന് രണ്ടാമത്തെ ഫ്ലോറിലോട്ട് കേട്ടോ. ഒന്നാമത്തെ ഫ്ലോറിൽ അറിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇറങ്ങണ്ടേ, ഞങ്ങൾ രണ്ടാമത്തെ ഫ്ലോറിൽ ഞെക്കി. അങ്ങനെ അവിടെ കൂടെ കുറേ പ്ലേറ്റുകളൊക്കെ നോക്കിയിട്ട് അപ്പോൾ അവിടെ എല്ലാം താഴെയാണ് നമ്മൾ തിരഞ്ഞു വന്ന സാധനങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ താഴോട്ട് ഇറങ്ങി. താഴോട്ട് വരുന്ന വഴിക്ക് ആ സ്റ്റെയറിൻ്റെ അവിടെ നല്ല ഭംഗിയുള്ള ഒരുപാട് നല്ല ഫോട്ടോസ് ഉണ്ട് കേട്ടോ. കൃഷ്ണൻ്റെയും രാധയുടെയും പിന്നെ ഗണപതിയുടെ അങ്ങനെ ഒരുപാട് ഫോട്ടോസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ താഴത്തെ ഒന്നാമത്തെ ഫ്ലോറിലോട്ട് വന്നു കേട്ടോ. അതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ബാഗ് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ അത് സെക്യൂരിറ്റി പറഞ്ഞപ്പോൾ ഞാനവിടെ ഊരി വെക്കാൻ വേണ്ടി പോയി. അതിനകത്ത് എന്തെങ്കിലും ഇട്ടിട്ട് വരുന്ന കരുതിയിട്ടായിരിക്കാം അവിടെ എടുത്ത് വെച്ചു. ഞങ്ങൾ വേണ്ട സാധനങ്ങളൊക്കെ തിരയാൻ തുടങ്ങി കേട്ടോ. അവരെന്തൊക്കെയോ സാധനങ്ങൾ ഒതുക്കി പേർക്കുന്ന തിരക്കായിരുന്നു അവിടെ. അങ്ങനെ ഞാൻ ഒരു കമ്മൽ കാണിച്ചു കൊടുത്തു ഉണ്ണിക്ക്. കാര്യം എൻ്റെ കയ്യിൽ അതിൻ്റെ ഒരു വൈറ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾ തിരയുവാണ്. ഒരു മിററാണ് തപ്പുന്നത്. പക്ഷേ ചെറിയ മിററിന് പോലും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ എങ്ങനെയൊക്കെയോ ആ കൂടെയൊക്കെ നടന്ന് തിരഞ്ഞ് തപ്പി ഒരു മിറർ കണ്ടെടുത്തു. അപ്പോൾ മിററിൻ്റെ സെക്ഷൻ എവിടെയാണെന്ന് വെച്ചപ്പോൾ അവിടേക്ക് കാണിച്ചു തന്നു. പക്ഷേ മിറർ നമ്മൾ തന്നെ തിരഞ്ഞെടുക്കണം എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അങ്ങനെ തിരഞ്ഞെടുത്ത് ഒന്നുകൂടെ ഞാൻ അങ്ങനെ മുഖം നോക്കുന്നുണ്ട്. ഉണ്ണി ഇത് കൊള്ളാവോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അതെടുത്ത് വീഡിയോ എടുക്കും. അപ്പം ഞാൻ അതിൻ്റെ റേറ്റ് ചോദിച്ചപ്പോൾ അതിനെന്തോ 140 എന്തോ രൂപയാണെന്ന് പറഞ്ഞു. 160 രൂപ. അതിൻ്റെയും ചെറുതിന് 140 രൂപയുണ്ട്. അപ്പോൾ അത് ഞാൻ എടുത്തു. എന്നിട്ട് ബിൽ കൗണ്ടറിലേക്ക് പോയി വേറെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കുമ്പോൾ അവിടെ അതില്ല.